വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയിൽ ഇന്ന് പ്രിയങ്ക ഗാന്ധിയും അണിചേരും. രാവിലെ 8 മണിയോടെ ബീഹാറിലെ സുപോളിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. മധുബനിയിലെ പൊതുപരിപാടിയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ യാത്രയ്ക്കൊരു ഇടവേളയായിരുന്നു, വീണ്ടും അത് പുനരാരംഭിക്കുന്നു. നാളെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ എത്തുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അച്യുതൻ? ബീഹാറിലെ ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങിയാണ് ഈ വോട്ട് അധികാർ യാത്ര, രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ഈ ബീഹാറിലെ വോട്ടർ പരിഷ്കരണത്തിനെതിരെ അത് എങ്ങനെയാണ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം ക്രമക്കേടുകൾ നടത്തിയതെന്ന് ആരോപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തുന്നത്. പൊതു ഇടങ്ങളിൽ ചില കേന്ദ്രങ്ങളിലുള്ള അഭിസംബോധനകളിലെല്ലാം തന്നെ ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടിയും ഈ യാത്രയുടെ ഭാഗമാകുകയാണ്. അതായത് രാവിലെ 8 മണിയോടെ സോപ്പോളിൽ നിന്ന് ഇന്ന് യാത്ര ആരംഭിക്കും. മധുബനിയിലെ പൊതുപരിപാടിയിലായിരിക്കും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക എന്നതാണ്. ഒപ്പം തന്നെ ബീഹാറിലെ വിവാഹിതരായ സ്ത്രീകളുടെ ആഘോഷമായ ഹർത്താലിക തിജിനോടനുബന്ധിച്ചു കൂടിയാണ് പ്രിയങ്കയുടെ സന്ദർശനം. ഇതിനുശേഷം ഇന്ത്യ മുന്നണിയിലെ മുഖ്യമന്ത്രിമാരും ഈ യാത്രയുടെ ഭാഗമായി ബീഹാറിലെത്തും എന്നത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക മുഖ്യമന്ത്രി, അങ്ങനെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ, അവിടുത്തെ മുഖ്യമന്ത്രിമാർ കൂടി ഈ യാത്രയുടെ ഭാഗമാവുകയാണ്. അങ്ങനെ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനം കൂടി ഈ യാത്രയിൽ, അതായത് കൃത്യമായ സന്ദേശം ഈ ബീഹാർ വോട്ടർ പരിഷ്കരണത്തിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാണ് എന്നൊരു സന്ദേശം നൽകുക എന്നൊരു ലക്ഷ്യം കൂടി ഈ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നുണ്ട്. ഗ്രാമങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തം ഈ യാത്രയ്ക്ക് ലഭിക്കുന്നു. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങൾ രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കാണാനായി ഒത്തുകൂടുകയും അവർ കൃത്യമായി തന്നെ ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഗ്രാമങ്ങൾ തോറുമുള്ള ആ യാത്ര അത് മുന്നോട്ട് പോകുമ്പോൾ ഉന്നത നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ കൂടി ഈ യാത്രയുടെ ഭാഗമാവുകയാണ്. ഉന്മേഷ്, കൃഷ്ണ. ശരി, ആർ അച്യുതനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.